എടോ കള്ളവാദിയാരെ, നേരും നിറയും കിട്ട താനെങ്ങാടോ പിള്ളേരെ പഠിപ്പിക്കുന്നത്? താനും നിര കെട്ടുകളും പഠിപ്പിച്ചാലേ ഇതുങ്ങൾ പിഴച്ചു പോത്തേ ഉള്ളൂ. എന്റെ മക്കളെ, നിങ്ങളുടെ വിധി. അവമാനിക്കരുത്. മാനമുള്ളവർക്കല്ലേ അപമാന ഭയം ഉണ്ടാകത്തുള്ളൂ. തന്റെ മാന്യത എല്ലാരും ഒന്ന് അറിയട്ടെ. പെങ്ങളെ കെട്ടിക്കാനാന്നും പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ഇപ്പൊ കാശുമില്ല, പലിശയില്ല. എന്റെ 10,000 രൂപ തന്നിട്ട് താൻ ഇനി 10 അക്ഷരം പഠിപ്പിച്ചാ മതി. കുറച്ച് അവധി കൂടി തരണം. അതുവരെ തൊമ്മിച്ചനൊന്ന് ക്ഷമിക്കേ. ക്ഷമിക്കാലോ, പക്ഷെ അതുവരെ കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ തൊമ്മിച്ചൻ ഈട് വേണം. തൽക്കാലം ഇതിരിക്കട്ടെ. ഞങ്ങളോട് ക്ഷമിക്കും. അവസാനിച്ചിട്ടില്ല. കത്രീന എവിടെയാടാ? സത്യം പറയണം. അപ്പനും മകനും കൂടെ ആ പാവം പെണ്ണിനെ വാടക കൊലയാളി കൊടുത്തു. കൊന്ന് കായലിൽ വലിച്ചെറിയാനല്ലേ? സനിജ, നേരാണോ സണ്ണി? ഞാനൊരു കൂട്ടുനിന്നിട്ടില്ല അമ്മച്ചി. അപ്പച്ചനാ പള്ളിവാതിക്ക തൊമ്മിച്ചനെ കൊണ്ട് ഞാൻ ഇന്ന് ഉത്തരം പറയിക്കും. തൊമ്മിച്ച, ഈ കുടുംബം ഞാൻ കുളം തോണ്ടും. സൂക്ഷിച്ചു. തികഞ്ഞ ഗാന്ധിയനായിരുന്നു എന്റെ അച്ഛൻ. ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കുന്നയാൾ. എന്നിട്ടും ഒരു കുരുക്കിൽ പടഞ്ഞ് മരിക്കാനായിരുന്നു വിധി. ദൈവം വിധിച്ചതല്ല, പള്ളിവാതിക്കൽ തൊമ്മിച്ചൻ വിധിച്ചത്. അതിന്റെ ശിക്ഷ ഒരു ജീവിതകാലം മുഴുവൻ നീറി നീറി ഇഞ്ചിഞ്ചായി നിന്റെ അപ്പച്ചൻ അനുഭവിക്കും. അപ്പച്ചനോടുള്ള പ്രതികാരത്തിനിടയിൽ ഒരു കാര്യം മറന്നുപോയി. ഈ പാവ ആലീസിനെ ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അപ്പച്ചൻ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? ഒന്ന് വിളിച്ചാൽ ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. ഇറങ്ങി വരാനോ? എങ്ങോട്ട്? നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക്, എവിടെയായാലും. അത് കൊള്ളാം. എന്താ, നിനക്കെന്നോട് പ്രേമമാണോ? ഞാൻ ഈ നാട്ടിലെത്തിയതേ എന്റെ ശത്രുവിന്റെ മകളെ പ്രേമിച്ചു നടക്കാനല്ല. പിന്നെ നിന്നോട് എന്തെങ്കിലും ഒരു സൗഹൃദം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പിന്നെ നിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ഇപ്പോഴേ എങ്ങ് മാറ്റി കളഞ്ഞു. മനസ്സിൽ നിറയെ പ്രതീക്ഷകൾ ചോദിക്കാതെ തന്നിട്ട് മാറ്റി കളഞ്ഞേക്കാനല്ലേ? എത്ര എളുപ്പം പറഞ്ഞു കഴിഞ്ഞു. വിശ്വസിച്ചു പോയി ഒത്തിരി. ഇനി കത്രീനെ ഇവിടെ ഒളിപ്പിക്കുന്ന അത്ര ബുദ്ധിയല്ല. കത്രീനെ എത്ര നാൾ വേണമെങ്കിലും ഒളിപ്പിക്കാനാവും. പക്ഷെ അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ അവക്ക് മാസം 3 കഴിഞ്ഞു. മിടുക്കി. പള്ളിവാതിക്കൽ തറവാട്ടിൽ ഒരു അനന്തരാവകാശി കൂടി. ഇനി നമുക്ക് സണ്ണിയെ വെച്ച് കളിക്കാം. സ്വന്തം ഭാര്യ ഗർഭിണിയാന്നറിയുമ്പോ ഏത് പുരുഷന്റെ മനസ്സ് മാറാത്തത്? എനിക്കൊന്നേ പറയാനുള്ളൂ, തൊമ്മിച്ചിനെ വീഴ്ത്താനുള്ള തത്രപ്പാടിൽ ആ പാവം കത്രീനയുടെ ജീവൻ നശിക്കരുത്. ഇല്ല ത്രേസ്യമ്മേ, അവക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. കുഞ്ഞുമറിയതെ, ഇനി നമ്മുടെ ജോലി എളുപ്പമായി.
കൊമ്പൻ സ്രാവിനെ കൊതുമ്പ് വെള്ളത്തിൽ വന്ന് കുടുക്കിയ സന്തോഷത്തിലാവും അല്ലേ? തൊമ്മിച്ചോ, കടലറിയുന്ന മുക്കുവന് ഒരു കൊതുമ്പ് വെള്ളം പോലും വേണ്ട. വെറും പൊങ്ങുതടി മതി. പൊങ്ങുതടി ആക്കിയ ചൊരുമാരി പുളുത്തിയ വർത്താനം പറയരുത്. എടാ, തൊമ്മിച്ചൻ കണ്ട കടലും കരയും നീ കണ്ടിട്ടില്ലടാ. തൊമ്മിച്ച, നടുക്കടലായ നായെ പോലെ വെറുതെ കയ്യും കാലത്തടിക്കാതെ വന്ന കാര്യം പറഞ്ഞിട്ട് വന്ന വഴിയെ പോകാൻ നോക്കി. തിരിച്ചു വന്ന അത്താഴം കഴിച്ചോളാന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടല്ല പുറപ്പെട്ടത്. കത്തിക്ക് മുമ്പിൽ സ്വയം തലനീട്ടി കൊടുക്കുന്നതല്ലേ പള്ളിവാതിക്കൽ തെമ്മാടികളുടെ സ്വഭാവം. ആട്ടെ, പ്രമാണിമാർക്ക് ഇപ്പൊ എന്താ വേണ്ടേ? കത്രീനെ, ഇവന്റെ കെട്ടുകളായി വന്ന് പള്ളിവാതിക്കൽ തൊമ്മിച്ചനെ കളിപ്പിച്ച കത്രീനെ മര്യാദ കുടുംബനെ ഇറക്കി വിടറാ. അവ പിടിച്ചെടുക്കണോ? ആറ്റുനോറ്റുണ്ടാക്കിയ പലിശപ്പണം ചങ്ക് പറിച്ചു കൊടുക്കും പോലെ തരകന് കൊടുത്ത് കത്രീനെ കൊന്ന് കടപ്പുറത്തല്ലേ കുഴിച്ചിട്ടത്? ഈ മുറ്റത്തല്ലല്ലോ. ഇമ്മാതിരി കുറെ എലിവാല് കാണിച്ച് പാമ്പാണെന്ന് പറഞ്ഞ് തൊമ്മിയുടെ മാളെ കുറെ നീ പുകച്ചു. ആ പക നെഞ്ചിലുണ്ട്. അത് കണക്ക് പറഞ്ഞ് ചന്തപ്പലിശ നിരക്കിൽ നിന്നോട് ഞാൻ വാങ്ങും. ചവിട്ടി പൊളിച്ചവളെ പുറത്തിറക്കണം. അനങ്ങിയ പൊട്ടിച്ചു കളയും ഞാൻ. അയ്യോ, എന്റെ തണ്ണിച്ചാനെ കൊല്ലരുത് സാറേ. ഒരു യാചനയായി കേൾക്കണം. തണ്ണിച്ചാനെ ഒന്നും ചെയ്യരുത്. ഇവൻ നിന്റെ ഭർത്താവ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? കൊല്ലാൻ കൂട്ടുനിൽക്കുകയായിരുന്നില്ലേ? വേണ്ട, ധർമ്മൻ വിധിക്കുന്നു. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വിചാരിച്ചെങ്കിലും കൊല്ലരുത്. തന്തയുടെ തണലായി നടന്ന് ഇയാള് ചെവിയിലോതി തന്നതെല്ലാം വേദവാക്യങ്ങൾ പോലെ പഠിച്ച നിനക്ക് നിന്റെ ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞില്ലേ സ്നേഹത്തിന്റെ ആഴം? തന്റെ ഉണ്ടെങ്കിൽ പിടിച്ചിറക്കിക്കൊണ്ടുപോയി കൂടെ ഭാര്യയെ പൊടിപ്പിക്കടാ. എന്റെ മക്കളുടെ മനസ്സു മാറ്റി കൂട്ടിത്തെല്ലിച്ച് ഇനി നേടാമെന്ന് വിചാരിക്കണ്ട. നടക്കില്ല. കയ്യിൽ വെട്ടരുവാളുമായി നടക്കുന്ന ഇവളെന്റെ പടി ചവിട്ടിയാൽ ആ കാളിയാൻ വെട്ടി എറിയും. ഇയാളിത് പറയും. കോടീശ്വരിയായ കത്രീനയെ മകന്റെ ഭാര്യയാക്കി നെല്ലും നീരും വെച്ച് പള്ളിവാതുക്കൽ കുടുംബത്തിലേക്ക് സ്വീകരിച്ച തൊമ്മി ഒരിക്കൽ അറിഞ്ഞു കത്രീന ചില്ലിക്കാശിന് വിലയില്ലാത്ത കടലിന്റെ മകളാണെന്ന്, അല്ലേ? പിന്നെ കത്രീനെ ഇല്ലാതാക്കുന്നതിലായിരുന്നു കുടില ബുദ്ധി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഞാൻ കുടുക്കെറിഞ്ഞു. തരകനെ വാടക കൊലയാളിയാക്കി തൊമ്മിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പിന്നെ പദ്ധതികളുടെ കടിഞ്ഞാൻ എന്റെ കൈകളിലായി. കത്രീനയുടെ രക്ഷകനായി. ഒന്നാം തരം കളിത്തോക്ക്. തീയും പുകയും ഗർജനവും മാത്രമുള്ള കളിത്തോക്ക്. ഈ തോക്ക് ഉപയോഗിച്ചാണ് തരകൻ കത്രീനയെ കൊല്ലുന്നതായി വരുത്തിയത്. തൊമ്മിച്ചൻ വെറും ശബ്ദം കേട്ട് വിശ്വസിച്ചു പോയി. പാവം മണ്ടൻ. അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ കത്രീനയെ മറ്റൊരു തരകൻ കൊല്ലുമായിരുന്നു. ഇയാൾ ദുഷ്ടനാണ്, നീചനാണ്. മക്കളെ പോലും പണം കൊണ്ട് തൂക്കുന്ന അധമൻ. ഇവന്റെ ചൊറിയുന്ന വർത്താനം കേൾക്കാതെ വാറാ മക്കളെ. അവളിനി ഇവിടെ പുറത്തോളും. വാ. വരാം. പക്ഷേ പള്ളിവാതുക്കൽ തറവാട്ടിലേക്ക് കാലുകുത്തുന്നത് ഞാൻ തനിച്ചാവില്ല. ഇവളും ഉണ്ടാവും. വരപ്പന്റെ വർത്താനവും അരയത്തിപ്പണിന്റെ മോന്തയും കണ്ടപ്പോ നിന്റെ നാവ് ആടി. തന്തയ്ക്ക് പറക്കാത്തവനെ, നീ എന്റെ കൂടെ വരണം. നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല. വാടാ. എങ്ങോട്ട്? പലിശപ്പണം പിടിച്ചു വാങ്ങിക്കാനോ അതോ കെട്ടുതാലി പൊട്ടിക്കാനോ? അപ്പൻ കാണിച്ചു തന്ന വഴിയെ മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. ഇനി ആവില്ല. ഞാൻ ഉറച്ചു. ഇനി എന്റെ വഴി മാത്രം. 5 രൂപയുമായി വാഴപ്പള്ളിച്ചന്റെ പള്ളിവാതുക്ക തൊമ്മിച്ചൻ കളി തുടങ്ങിയപ്പോ ഇടത്തും വലത്തുമായി 2 മക്കളില്ലായിരുന്നു. തുടങ്ങിയിടത്ത് തന്നെ തൊമ്മി കളി തുടങ്ങും. അതുള്ള മനസ്സ് തന്റെയോടും ഈ തൊമ്മിക്കുണ്ടടാ. പിന്നെ അപ്പനെ ധിക്കരിച്ചിട്ട് ഇവളെ പൊറപ്പിക്കാന്ന് വിചാരിക്കണ്ട. കൊക്കിന് ജീവനുണ്ടേ സമ്മതിക്കില്ല. എന്താ വേണ്ടെന്ന് തൊമ്മിക്കറിയാം. ഇനി അങ്ങോട്ടുള്ള കളി തൊമ്മി ഒറ്റയ്ക്ക് കളിച്ചോളാം. നീയൊക്കെ കണ്ടോളാം പുല്ലുകളെ.